കൂട്ടുകാർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ബ്രസീലിയൻ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽ പെടുന്നൊരു ബ്രസീലിയൻ ഫിലഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റിംഗ് രീതിയാണ് നമ്മൾ ഈ തരത്തിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മണി പ്ലാന്റുകളെ പോലെ തന്നെ ശരിക്കും മണി പ്ലാന്റിൻ്റെ സെയിം ആയിട്ടുള്ളൊരു ക്വാളിറ്റിയിലുള്ളൊരു ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽ വരുന്ന ചെടിയാണ് ഈ ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നിയോൺ പത്തോസ് ആണ്. ഈ നിയോൺ പത്തോസ് ഇതുപോലെ സെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ ഈ ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ചെറിയൊരു പോട്ടിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഫിലഡൻഡ്രോൺ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ലീഫ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലായിരിക്കും വരുന്നത്. ആദ്യം ഒരു ലെമൺ ലൈമിൻ്റെ ഷെയ്ഡിൽ വരും, പിന്നെ ഇത് ഗ്രീനുമായിട്ട് മിക്സ് ആവും, പിന്നെ നടുവ് കൂടെ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് ലൈന് പോകും. അതായത് പല രീതിയിൽ പല ഷെയ്ഡിൽ ഈ രണ്ട് കളറും മിക്സ് ചെയ്തിട്ടാണ് ലീഫ് വരുന്നത്. നമ്മൾ ചെറിയ പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫൊക്കെ നോക്കിക്കേ നല്ല ചെറുതായിട്ടാണ് ഉള്ളത്. നമ്മൾ വലിയ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹാർട്ട് ഷേപ്പിൽ നല്ല വലുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ലീഫ് വരും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയൊരു തണ്ട് കളക്ട് ചെയ്തിട്ട് കുറച്ച് ലീഫുകൾ എടുത്തിട്ട് നമ്മളിതാ ഈ നിയോൺ പത്തോസ് സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെറ്റിങ്ങിൽ നമ്മൾ പലതരത്തിലുള്ള പോത്തോസ് വെറൈറ്റി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ടുള്ള ഗോൾഡൻ മണി പ്ലാന്റ്, അതുപോലെ തന്നെ മാർബിൾ ട്യൂൺ നമ്മൾ ഒരാഴ്ച മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫിലഡൻഡ്രോണിനെയാണ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ളൊരു ആലിലേൻ്റെ ഒക്കെ ഒരു ലീഫ് പോലെ തോന്നുന്നൊരു ലീഫാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വീട്ടിൽ വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലൊരു പീസ് നോക്കി കുറച്ച് ലീഫ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കാണിച്ചത് ഇൻഡോർ ആയിട്ടുള്ള ഫിലഡൻഡ്രോൺ ആയിരുന്നു. ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ ആണ്. നമുക്ക് വെയിലിൻ്റെ ഷെയ്ഡിനനുസരിച്ച് ലീഫിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ വെയിലില്ലാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലായതുകൊണ്ട് രണ്ട് ലീഫ് കളറും നന്നായിട്ട് ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ അധികവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് നമ്മളെ ആ ഒരു ഗ്രീൻ കളർ ലീഫാണ്. എന്നാലും ഈ ലെമൺ ഷേപ്പിൻ്റെ ആ ഒരു ഷെയ്ഡ് എല്ലാ ലീഫിൻ്റെയും നടുവ് കൂടി ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പീസസ് എടുക്കാം. നേരത്തെ നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് അതിൽ നാട്ടിയിട്ട് ചുറ്റിയിട്ടായിരുന്നു വെച്ചത്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കുറച്ച് തണ്ടും അതുപോലെ തന്നെ ലീഫും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു ഹാങ്ങിങ് നോക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും. പിന്നെ മണി പ്ലാന്റിനെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ഇതിന്. നമ്മൾ ഓരോ ലീഫിനോട് എടുത്താൽ അതിൻ്റെ പുറകിൽ വേര് വരുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ഇത് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. നമുക്കതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടും ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ലീഫ് കിട്ടത്തക്ക രീതിയിൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ലീഫിലും തന്നെ വേരുണ്ടാവുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വള്ളികൾ മുഴുവനും കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ഇതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്തതിന് ശേഷം തണ്ട് ഒന്നായിട്ട് കൂട്ടി കെട്ടുകയാണ് ചെയ്യുന്നത്. ഒരു റബ്ബർ ബാൻഡോ അതുപോലെ തന്നെ ഒരു ബണ്ണോ ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പോട്ടിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓരോ ലീഫായിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നവരെ നമ്മൾ ഈ രീതിയിൽ ലീഫ് അടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഒരു ബാൻഡ് വെച്ച് കെട്ടുക. അപ്പോൾ ഈ രീതിയിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പുറകിൽ നമ്മളൊരു റബ്ബർ ബാൻഡാണ് കുടുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വേരുകളും ഉള്ളോട്ടാക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് 1-2 പ്രാവശ്യം ചുറ്റി കൊടുത്താൽ മതി. അധികം ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോട്ടിങ്സ് നിറച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ഇത്തിരി ചാണകപ്പൊടിയും ചെടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് പോട്ടിങ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ചെറിയൊരു കുഴി പോലെ വെച്ച് കൊടുത്തിട്ട് ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റോ ഇതുപോലെ തന്നെ ബ്രസീലിയൻ ഫിലഡൻഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പം ഇത് നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സക്സസ് ആയതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട്
വെച്ച് കൊടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള പെബിൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടാവും. മാർബിൾ ക്യൂൻ പോത്തോസ് വെറൈറ്റി ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വളർന്ന് വരുന്നതിനനുസരിച്ച് ചിലർ ചോദിച്ചിട്ടുണ്ട് ഇത് വളരുന്നതിനനുസരിച്ച് ഈ ഒരു ഷേപ്പ് കിട്ടുമെന്ന്. നമുക്കിതിൻ്റെ നടുവ് കൂടെയൊക്കെ പുതിയ തണ്ടുകൾ അതുപോലെ തന്നെ വേരിൽ കൂടെ പുതിയ ഇലകൾ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ കട്ട് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഹാങ്ങിങ് ആയിട്ടും വെക്കാം. നമ്മൾ പണ്ട് മുന്നേ ഏകദേശം ഒരു 1-2 വർഷത്തിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ മണി പ്ലാന്റ് വെച്ചിട്ട്. അതിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നന്നായിട്ട് വളരാൻ തുടങ്ങിയപ്പം അതിൽ നിന്ന് ഹാങ്ങിങ് ആയിട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.